നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊരു ഡെസേർട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡെസേർട്ടുമായിട്ടാണ്. നമുക്ക് പായസം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. നമ്മളിത് റോബസ്റ്റ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കിടിലാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളമോ പാലൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്യുകയാണ്. അത് അടിച്ചെടുക്കുന്ന അതിനു മുമ്പ് ഞാൻ പാല് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 750 ml പാല്, 3/4 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ്, അതായത് 250 ml വെള്ളവും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത്. വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. എന്തിനാണെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ 1 കപ്പ് ശർക്കര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉരുകി വരണം, കത്തിച്ചു കൊടുക്കാം. അപ്പം എല്ലാം നമ്മൾ പാരലായിട്ട് ചെയ്യുകയാണ്. പാല് തിളപ്പിക്കാൻ വെച്ചു, ഇത് വെച്ചു. ഞാൻ പഴം അരച്ചെടുത്തിട്ട് വരാം. ശർക്കര ഏതാണ്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു. ഇതിലായിരുന്നു ആദ്യം ഞാൻ പാല് തിളപ്പിച്ചത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൽ തന്നെ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ പാത്രം മാറ്റി. ഇപ്പം ഇനി ഇത് ചൂടാക്കുകയാണ്. ഇത് ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ച പഴം ചേർത്തിട്ട് ഒന്നിങ്ങനെ വരട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉരുകി വരട്ടെ. നമുക്കിതിലേക്ക് പഴം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യിലൊന്നിങ്ങനെ വരട്ടി കൊടുക്കാം. നമ്മൾ പഴത്തിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ റോബസ്റ്റയാണ് എടുത്തിട്ട് പായസം എന്ന് വേണേൽ പായസം, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് അങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ട, അടിയിൽ പിടിക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അപ്പം ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ഒന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഈ ശർക്കരയിലൊന്ന് ഇടന്നൊന്ന് ആയി വരണം. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ തിളയൊക്കെ വന്നു, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം ഈ പഴം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം. അപ്പോൾ ഇതാ ഇളക്കി കൊടുത്ത് ആ പഴത്തിൻ്റെ അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കടല ഉണ്ടല്ലോ, നിലക്കടല പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചെടുത്ത് കുറച്ചൊരു തരിപ്പൊക്കെ ഉണ്ട്, അതുപോലെയാണ് പൊടിച്ചെടുത്ത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. പാലെല്ലാം ചേർന്ന് ചെറുതായിട്ടിങ്ങനെ തിള വന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും ഇല്ല, അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താണ്. ഇത് 380 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ മിൽക്ക് മെയ്ഡൊക്കെ നല്ലതായിട്ട് ചേർന്ന് വന്നു, മധുരം കറക്റ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച ഗ്രാമ്പ് ഉണ്ടല്ലോ, ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇത്രയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ചുക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറവ് ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണം. അപ്പോൾ നെയ്യ് ചൂടാക്കി വറുത്തിടാം. അപ്പോൾ ഇതാ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോബസ്റ്റ പായസം എന്നോ റോബസ്റ്റ ഡെസേർട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എടുത്ത പാല് ഈ ഒരു പരുവത്തിൽ ഇത്രയും ലൂസായിട്ടാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടയായിട്ട് വരും. ഈ ഒരു ലൂസ് പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാലും വെള്ളവും കൂടെ 1 ലിറ്റർ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി പാല് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറും പാലിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും, ആ ഒരു വ്യത്യാസമുള്ളൂ. ഇനി ഇത് ചൂടോടുകൂടി മാത്രമല്ല, ഇതൊന്ന് ചൂടൊക്കെ തടഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.